ആദ്യമായിട്ട് ട്രെയിനിൽ കയറുകയാണ് ഗൈസ്. അവനാണെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇത് തന്നെ ഇങ്ങനെ സൗണ്ട് എന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. അവൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കയറുന്നത്. അപ്പോൾ ഇതിങ്ങനെ നോക്കി സൗണ്ടൊക്കെ കേട്ട് അവൻ്റെ ഫോട്ടോ തന്നെ എടുക്കുവാണ്. ആരുടെ സഹായം വേണ്ടെന്ന് അവൻ പറയുന്നത്. അവൻ്റെ ഫോട്ടോ അവൻ തന്നെ എടുത്തോളാന്ന് പറയുന്നത്. തന്നെ അവൻ്റെ ഫോട്ടോ എടുക്കുമോ? ആ ചിരി കണ്ടോ ഗൈസ്? ഭയങ്കര പരിപാടിയാണ്. ഫോണൊക്കെ എടുത്താണ് ഭയങ്കര പരിപാടിയാണ്. കാലുമേ കാലൊക്കെ കയറ്റി സെറ്റാന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എറണാകുളത്ത് വന്ന് നമ്മളിനിയിപ്പം മെട്രോ കയറാനായിട്ട് പോവുകയാണ്. നമുക്ക് സ്ഥലമൊന്നും എവിടെയാണെന്ന് കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മെട്രോ കണ്ടുപിടിച്ചു. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് നമ്മൾ സ്കാൻ ചെയ്യണം. നമ്മളിപ്പം മെട്രോ കയറാനായിട്ട് പോവുകയാണ്. അങ്ങ് പോയില്ല, ഇവിടെ നിൽക്കണം. ചാട് ഇവിടെ ഇവിടെ ഇത് കണ്ടു. ഗൈസ് ഇവിടെ നിന്ന് കയറി നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കയറി നമ്മൾ ഈ എടപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. മെട്രോയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്ന് അറിയത്തില്ല. ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് മെട്രോ കയറി എടപ്പള്ളിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടുന്ന് ഡയറക്റ്റ് ലുലുമാളിലോട്ട് പോകുന്ന പറയുന്നത് നമുക്ക് അറിയില്ല. ചോദിച്ചിട്ട് പറഞ്ഞു നമ്മൾ പോകേണ്ട മെട്രോ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ പോയി എടപ്പള്ളിയിൽ ഇറങ്ങുന്നത് ഇതിലാണ്. ഫോട്ടോ എടുക്കും. തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ ഇതുപോലെ ഇത് വെച്ചിട്ട് വേണം ഇറങ്ങാൻ. ഈ വഴിയാണ് പിന്നെ ലുലുമാളോട്ട് കയറുന്നത്. മെട്രോയിൽ നിന്ന് നേരെ ലുലുമാളോട്ട് ഒരു വഴി പറയുന്നത്. ഈ വഴിയാണ് നമ്മൾ കയറുന്നത്. ചപ്പി നമ്മൾ ലുലുമാളോട്ടാണ് പോകുന്നത്. ഈ വഴി
കഴിക്കണോ? യെസ്. എനിക്കിത് മതി കൈ. ഇതാണ് ഇഷ്ടം. തിരിച്ചു വെക്ക്. ഇങ്ങനെ കാണിക്ക്. ഇത് കാണിക്ക്. ആ ദച്ചാപ്പി എടുത്തിട്ട്. ആ ഓക്കെ. ഞങ്ങൾ ലുലുമാളിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിനായിട്ട് സ്ഥലം ഇങ്ങനെ നോക്കുകയാണ്. അല്ല ബസ് പ്ലേസ് എവിടെയാണെന്ന് അറിയില്ല. ഗൈസ് ഇനി നമ്മളിനി മെട്രോയിൽ കയറി ഇനി മഹാരാജാസിൽ പോവുകയാണ്. അവിടെ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ മെട്രോ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഗൈസ് ഞങ്ങൾ പോകാനായിട്ടുള്ള മെട്രോ വന്നു. ഹലോ ഗൈസ്, ഞങ്ങളിനി അടുത്ത സുഭാഷ് പാർക്കിലാണ് പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ സുഭാഷ് പാർക്കിൽ ചെന്നിട്ട് കാണാമെന്ന് പറയാം. ഗൈസ് സുഭാഷ് പാർക്കിലോട്ട് പോകുന്നത് നമ്മൾ പ്ലാൻ മാറ്റി. കാരണം നല്ല മഴയാണ്. കണ്ടോ നല്ല മഴയായത് കാരണം ഞങ്ങൾ പ്ലാൻ മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ബ്രോഡ്വേയിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് പോകാം. ഇവിടെ നല്ല മഴയാണെങ്കിൽ അതിന് എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. അത് നമ്മൾ പോകുന്നത് ഈ സുഭാഷ് പാർക്കിലാണ് മഴയായത് കാരണം ഇങ്ങനെ ഗൈസ് ഞങ്ങൾ ബ്രോഡ്വേയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകൾ കാണാം ബ്രോഡ്വേയിൽ. പക്ഷെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെ ചേട്ടൻ ഈ റോഡിൻ്റെ വാതിക്ക് നിർത്തി അകത്തോട്ട് കയറത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ ഞങ്ങളെ വെളിയിറക്കിയിട്ട് അവിടെ നടന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ ബ്രോഡ്വേ വഴി നടന്ന് പോവുകയാണ്. ഞങ്ങൾ ദച്ചാപ്പിക്ക് ഒരു JCB വാങ്ങിക്കാൻ വന്നതാണ്. റിമോട്ട് കൺട്രോൾ JCB വേണമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങൾക്ക് നോക്കുന്നത്. വർക്കിംഗ് ആണോ? ദച്ചാപ്പിക്ക് അങ്ങനെ JCB ഇരിക്കുകയാണ്. ദച്ചാപ്പിയോട് ചോദിക്കാം ഹാപ്പിയാണോ? ദച്ചാപ്പി ഹാപ്പിയാണോ? ദച്ചാപ്പി JCB വാങ്ങിച്ചപ്പോൾ ദച്ചാപ്പി ഹാപ്പിയാണോ? ദച്ചാപ്പി ഹാപ്പിയാണോ? ഓക്കെ ആണോ? ബ്രോഡ്വേയിലാണെങ്കിൽ ക്രിസ്മസിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതലും അവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. റേറ്റ് കുറവാന്ന് തോന്നുന്നു എല്ലാത്തിനും. കാരണം അതുപോലെ തിരക്കായിരുന്നു. ഞങ്ങൾ നടക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നല്ല രസമായിരുന്നു അതിൻ്റെ ഇടവഴിയൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വ്ലോഗ്. ഓക്കെ ബൈ.